ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് രോഹിത് അങ്ങ് വരിക. അപ്പോൾ തന്നെ അലീനയ്ക്ക് എന്തോ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത് പറയും, നീ തീർന്നു, നിന്റെ കളി ഇതോടെ അവസാനിച്ച് എന്നങ്ങ് പറഞ്ഞ് അങ്ങ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് മാറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പോകാൻ രോഹിയേട്ടാ എന്ന് പറഞ്ഞ് അലീനയോട് യാത്ര പറയാണ് കേട്ടോ. ചേച്ചി ഞാനിപ്പോൾ വരാം, ഹോസ്പിറ്റലിലൊന്ന് പോയിട്ട് എന്ന് പറയുമ്പോൾ അലീന ഒന്നും മിണ്ടാതെ തല ഇളക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോള് രോഹിത്തിന്റെ കൂടെ പോകുന്നു. രോഹിത് ആണെങ്കിൽ പോകുമ്പോ തന്നെ അലീനേനെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മുടെ വൈജയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അവിടെ ബാലേന്ദ്രനും ഉണ്ട്. അപ്പൊ ബാലേന്ദ്രനാണെങ്കിൽ അങ്ങ് പോകുന്ന നേരത്ത് രാജീവൻ കൂടെ ചെന്നിട്ട് പറയും, ഇത്രയൊക്കെ ചെയ്തിട്ട് തീർന്നോ നിന്റെ എന്ന് ചോദിക്കലും നമ്മുടെ ബാലേന്ദ്രനെ അങ്ങ് തിരിഞ്ഞു പോകും. ബാലേന്ദ്രന്റെ മുഖം കണ്ടതും രാജീവനെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബാക്കി കൂടെ പറ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, എന്താടാ നിർത്തിയത്, പറ, നീയും നിന്റെ ചേട്ടന്മാരും അവളെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അവൾക്ക് വരത്തില്ല എന്ന് പറയട്ടെ ബാലേന്ദ്രൻ. ഇയാള് നടന്ന വഴിയൊക്കെ നല്ലതായിരുന്നല്ലോ എന്നങ്ങ് രാജീവൻ ചോദിക്കുമ്പോഴേക്കും അവിടുത്തെ ഒരു സിസ്റ്റർ വന്നിട്ട് സൈലൻസ് എന്ന് പറയണേ. പിന്നെയും രാജീവൻ പറയുന്നുണ്ട് കേട്ടോ, ഇയാള് നടന്ന വഴിയൊക്കെ നേർവഴിയല്ലായിരുന്നോ, എന്റെ പെങ്ങള് മാത്രം കുറ്റക്കാരി എന്ന് പറയുമ്പോൾ, അതെടാ അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ നട്ടൽ നിവർത്തി നിൽക്കുന്നത്, വൈജാഗ് കിടപ്പ് കിടക്കുന്നതും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ആക്സിഡന്റ് ഒക്കെ ആർക്കും പറ്റും, രാത്രിയിൽ എന്റെ കൂടെ ഉറങ്ങേണ്ട വൈജ റോഡിൽ വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ് മാത്രം എന്ന് പറയാട്ടോ ബാലേന്ദ്രൻ. നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹത്തിന്റെ തിരിച്ചടിയാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയും കൃഷ്ണമോളെയാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമോളെ കുറേ അരമണിക്കൂറായി ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് അത് കാണുന്ന കൃഷ്ണമോൾക്ക് സംശയമാണ്. എത്ര നേരമായി നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ട്, അരമണിക്കൂറായില്ലേ രോഹിത്തേട്ടാ, ഇത്ര നേരമൊക്കെ എടുക്കുമോ ഹോസ്പിറ്റലിലേക്ക്, വെറും 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയും, എനിക്കും അതാ സംശയം, ഞാൻ വഴി തെറ്റിയെന്നാ തോന്നുന്നത്, നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞില്ലേ, അത് ശരിയല്ലായിരുന്നു എന്നാ തോന്നുന്നത്, ഞാനൊരു ഷോർട്ട് കട്ടിലൂടെ പോകുന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ആകെ 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഷോർട്ട് കട്ടിലൂടെ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ, സോറി അടി എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവാണ് കേട്ടോ രോഹിത്. പിന്നീട് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, രോഹിത്തേട്ടാ ആര് പറഞ്ഞിട്ടാ കമലാൻ്റിയും ഹരിയേട്ടനൊക്കെ അവിടെ വന്നിട്ടുള്ളത് എന്ന്, അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, നമ്മളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കട്ടോ രോഹിത്. അല്ലെങ്കിൽ തന്നെ കമലാൻ്റിയെ ആ വീട് ഭരിക്കാനൊക്കെ അച്ഛൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കൃഷ്ണമോള്. നമുക്കൊരു ഹെൽപ്പിന് വന്നതായിരിക്കടി, നല്ല സാധനങ്ങൾ തന്നെയാ എന്ന് പറയട്ടെ കൃഷ്ണമോള്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയാണെങ്കിൽ അലീനയെ വലിച്ച് റൂമിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്തൊക്കെയാ ഈ ചെയ്യുന്നത്, എനിക്ക് പാലക്കാരെ ശരിക്കും അറിയാഞ്ഞിട്ടാ, അതാണായാലും പെണ്ണായാലും ഞങ്ങൾ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയും കമലയും കൂടി അവളുടെ ബാഗൊക്കെ എടുത്തിട്ട് വലിച്ചെറിയാണ് കേട്ടോ. അപ്പോൾ കമല പോയിട്ട് കുറേ തുണികൾ വാരി വലിച്ചിടുന്നുണ്ട്. അപ്പോൾ ഹരി വന്നിട്ട്, എടി ബബി ഒരു ചാക്കിങ്ങട്ട് എടുക്കടി, ഇതൊക്കെ വാരി വലിച്ച് അതിൽ കുത്തി നിറയ്ക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അലീന പറയും, അതിൻ്റെ ആവശ്യം എനിക്ക് വരത്തില്ല, അതിൻ്റെ ആവശ്യം നിനക്കാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും കമല ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എടി നിർത്തടി, കൊടുക്കട ഹരി ഇവളുടെ കരണക്കുറ്റി നോക്കി, നിനക്കൊരിക്കൽ ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പാതി നമ്മുടെ ഹരി എണീറ്റ് അലീനയെ അടിക്കാനുള്ള ശ്രമത്തിലാവട്ടോ. അപ്പോൾ അലീന ഓടിപ്പോയിട്ട് അവിടെ ഉണ്ടാവും ഒരു കുപ്പി, അതെടുത്ത് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് ജനാലിനിട്ട് ഒറ്റ അടിയാണേ, അടിക്കട എന്നെ എന്ന് പറഞ്ഞിട്ട് എടുത്തേക്ക് ചെല്ലുവാണ്. നിനക്ക് ധൈര്യം ഉണ്ടോടാ, കമലമ്മയുടെ പാല് കുടിച്ച് വളർന്നവനാണെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ധൈര്യത്തിലാണ് കേട്ടോ നമ്മുടെ അലീന ഹരിയോട് എതിർക്കുന്നത്. അപ്പോഴേക്കും ബബിത വന്നിട്ട് വേഗം പിടിച്ചു മാറ്റാൻ കേട്ടോ ഹരിയെ. ഹരിയേട്ടാ അടിയും പിടിയും കത്തിക്കുത്തൊന്നും വേണ്ട, അതിനൊന്നും ഞാനില്ല, വെറുതെ അച്ഛൻ വരുമ്പോ വലിയ പ്രശ്നമാവത് എന്ന് പറയുമ്പോഴേക്കും ഇവളുടെ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തിടടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലീന പറയുന്നുണ്ട്, എടി ബബി നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ 4 ഇരട്ടിയായി അച്ഛൻ വന്നാൽ തിരിച്ചു കിട്ടും കേട്ടോ. അപ്പോഴേക്കും കമല താഴെ കിടന്ന ബാഗ് എടുത്തിട്ട് അതിൽ നിറച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയും കൃഷ്ണമോളെയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലൊക്കെ എത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രോഹിത്ത് തിരിച്ചു കൊടുക്കുകയാണ് ഫോണ് കൃഷ്ണയുടെ അടുത്ത്. അപ്പോൾ കൃഷ്ണ ചോദിക്കും, എന്തിനാ എൻ്റെ ഫോണ് തിരിച്ചു വാങ്ങിയത്, അതെ നിനക്ക് ഒരു ജാതി സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിച്ച് പറയുന്ന സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും, അതെ എനിക്ക് അത്രയ്ക്കും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ഞാൻ അച്ഛനെ വിളിച്ച് പറയാമെന്ന് പറയും. ഇത് അതിനൊന്നും അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തോ ഒരു ഉടായിപ്പാ